ഹായ് എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണ്. അപ്പോഴേ നമ്മൾ നെയ്യപ്പം ചൂടാണ് കേട്ടോ. നല്ല മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഇനിയിപ്പോൾ മഴയൊന്നും വേണമെന്നില്ല, ഇപ്പം മഴ കുറവാണ് കേട്ടോ. നല്ല നെയ്യപ്പം ചുട്ടതും ചായയും ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ എല്ലാവരും പറയും വാഹിദായി നെയ്യപ്പം ചുട്ട നല്ലോണം പൊങ്ങി വരും, നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ രഹസ്യം എന്താണെന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല, നമ്മൾ നെയ്യപ്പം ചുട്ടിക്കണമെങ്കിൽ അത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതതിൻ്റെ ആ എന്താ പറയുക മാവ് കൂട്ടലും ഇങ്ങോട്ട് റെഡി ആയാലും ആര് ചുട്ടാലും നെയ്യപ്പം പൊങ്ങി വരും ചെയ്യും, ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരേ സംഭവങ്ങൾ ഇട്ടിട്ടാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. എല്ലാവരും അരിയും അതുപോലെ ചിലർ മൈസൂർ പഴം ഇടും, കുറച്ച് മൈദ ഇടും, അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ആ കറക്റ്റിന് ആ വെള്ളവും ആ മാവും ഒക്കെ കറക്റ്റിന് കിട്ടുമ്പോൾ ആര് നെയ്യപ്പം അടിപൊളിയാവും. അപ്പോൾ ഞാൻ അപ്പോൾ ഇത്രയും ചുട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. റെസിപ്പി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു തന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇടും കേട്ടോ. അതിൽ ഞാൻ എന്തൊക്കെയാണ് അരക്കണമെന്ന് ശരിക്കും കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ വലിയ വീഡിയോയിൽ ഞാൻ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒന്നാമത് നേരമല്ല, ഈ രാവിലെ വേണം തട്ടിപ്പടിഞ്ഞതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ നെയ്യപ്പൊക്കെ നല്ല പൊങ്ങി ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഞാൻ കാണിച്ചു തന്നില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ നെയ്യപ്പം. നല്ല ടേസ്റ്റുമാണ്, ഉള്ളിൽ നല്ല പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ നമ്മളെ നെയ്യപ്പം വരാൻ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഇന്നലെ എന്ത് ചെയ്തു, വൈകുന്നേരം തന്നെ ഉച്ചക്ക് തന്നെ അരി വെള്ളത്തിലിട്ടിച്ചങ്ങാണ്ട് പിന്നെ അത് നല്ലോണം നേരം വെളുക്കുമ്പോഴത്തേനല്ല, ഉച്ചക്ക് വെള്ളത്തിലിട്ടാൽ വൈകുന്നേരം നമ്മൾ കിടക്കുമല്ലോ, കിടക്കുന്നതിൻ്റെ മുമ്പ് രാത്രി ഞാൻ മാവ് കൂട്ടി വെച്ചിരിക്കണം. അപ്പോൾ മാവ് നല്ലോണം കൂട്ടി വെച്ചു. മാവ് കൂട്ടി വെച്ചത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. പച്ചരി വെള്ളത്തിലിട്ട് അത് കുതിർന്നതും പിന്നെ ഞാൻ ഇരുന്നാഴി പച്ചരിയാണ് എടുത്തത്. അപ്പോൾ അത് ചുട്ടാൽ ഇപ്പോൾ നമുക്ക് മാത്രമല്ല കുട്ടികൾക്കും കൊടുക്കാമല്ലോ. അനിയത്തിൻ്റെ കുട്ടികളും ഇമ്മയൊക്കെ ഇവിടെ അടുത്തുള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കും. ഈ 2 എണ്ണവും ഇള്ളിനനുസരിച്ച് എല്ലാവർക്കും കൊടുക്കും. ഇപ്പോൾ കുഞ്ഞാണിയാക്കാക്ക് ഒരു 4 എണ്ണം മതി, ബാക്കി ഒലുക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ഒഴുക്കൊക്കെ കൊടുക്കാമല്ലോ ചേച്ചി. ഇരുന്നാഴി അരി വെള്ളത്തിലിട്ടു. അതിക്ക് മധുരത്തിന് പാകത്തിന് ശർക്കര. ഇരുന്നാഴി അരി എന്ന് പറയുമ്പോൾ പിന്നെ പലോരടിയും പല മട്ടത്തിലുള്ള നാഴികക്കാരം. അപ്പോൾ ആ അരി ആ മധുരത്തിന് നമുക്കിപ്പോൾ അമ്മമാർക്ക് അറിയാലോ ഒരു മധുരത്തിന് എത്ര കണക്കാക്കിയിട്ടുള്ളത് വേണമെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ശർക്കര എടുക്കുക. അപ്പോൾ നെയ്യപ്പം ആകുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടായിക്കോട്ടെ, തീരെ മധുരമില്ല എന്നാൽ അരിപ്പൊടിയല്ലേ, രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അരി കുതിർന്ന അരി നല്ലോണം വെള്ളം ഇങ്ങോട്ട് വാർന്ന് ഊറ്റണം. ഊറ്റിയിട്ട് നമ്മൾ അത് ഊറ്റാൻ വെച്ചിട്ട് നല്ലോണം വെള്ളം വലിയണം കേട്ടോ. നല്ലോണം വെള്ളം വലിഞ്ഞിട്ട് ഇത് പൊള്ളച്ചിട്ട് ഇത് മറിച്ചിടാൻ തന്നെ വെച്ച കേട്ടോ. കാണികൾ മറിച്ചിടാൻ വയ്ക്കുന്നില്ല, പൊള്ള വന്നിട്ട് അമ്മാതിരി പൊള്ളയും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ അരിക്ക് ഇരുന്നാഴി അരിക്ക് ഞാൻ 4 മൈസൂർ പഴം എടുത്തു. 2 വട്ടമായിട്ടാണ് അരച്ചത്. 4 മൈസൂർ പഴം ഇരുന്നാഴി അരിക്ക് 4 മൈസൂർ പഴം എടുത്തു. ഇതാ ഈ സ്പൂണില്ലേ, ഈ 2 സ്പൂണ് മൈദ എടുത്തു. എന്നിട്ട് നമ്മൾ അരക്കാനുള്ള ശർക്കര ഉണ്ടല്ലോ, ഇതിക്ക് കൂട്ടാനുള്ള ശർക്കര അത് നമ്മൾ നല്ലോണം ഉരുക്കിയിട്ട് ആ നല്ല ചൂട് കൊടുക്കണം, ഇളം ചൂട് കൊടുക്കണം. നമ്മൾ ഈ ശർക്കര അരിച്ചിട്ട് ഈ പകുതി മിക്സ് ആക്കുമല്ലോ. അരി ഇരുന്നാഴി ആണല്ലോ, അപ്പോൾ 4 അരിയാണെങ്കിൽ അതിലേക്ക് 2 മൈസൂർ പഴം, ഇതിന് 2 ടീസ്പൂണ് മൈദപ്പൊടി, പിന്നെ നമ്മൾ ആ ചൂടുള്ള ശർക്കരപ്പാനി. ചൂടുള്ളതെന്ന് പറയുമ്പോൾ അരി പൊള്ളാനോ വേകാനോ ഒന്നും പാടില്ല. ആ മട്ടത്തിലുള്ള ശർക്കരപ്പാനി ഒഴിച്ചുങ്ങാണ്ട് നല്ലോണം അരക്കുക. മിക്സിയിൽ നല്ലോണം അരച്ചിട്ട് മിക്സിയിൽ നല്ല പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തേക്ക് ഇങ്ങനെ ഒരു പാത്രത്തേക്ക് വെച്ച് നല്ലോണം മൂടിയാണ് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഇപ്പോൾ ഞാൻ ചുട്ടപ്പോൾ കുറച്ച് നാളികേരക്കൊത്ത് മൂപ്പിച്ചത്, നാളികേരം അത് നമ്മൾ നെയ്യിൽ തന്നെ മൂപ്പിക്കണം. നെയ്യപ്പം എന്ന് പറയുകയാണെങ്കിൽ നെയ്യിൻ്റെ ടേസ്റ്റ് വേണം. എന്നിട്ട് ആ മൂപ്പിച്ച നാളികേരക്കൊത്തും പിന്നെ നിങ്ങളെടുത്ത് എള്ളുണ്ടെങ്കിൽ എള്ളും ഇട്ടോളി. കറുത്ത എള്ളുണ്ടാവും. ഇനിയിപ്പോൾ വെളുത്ത എള്ളാണെങ്കിലും കുഴപ്പമില്ല, കറുത്ത എള്ളും ഉണ്ടാവും. അതും കൂടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നല്ലോണം ഇളക്കുക.
എന്നിട്ട് നമ്മൾ ഈ നെയ്യ് എന്ത് ചെയ്യും, വറുത്ത് ഒരു തുള്ളി നെയ്യിലാണെങ്കിലും ഒരു നെയ്യ് അതിൽ ബാക്കി ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ നെയ്യ് എന്ത് ചെയ്യണം, നമുക്ക് ഈ മാവൊക്കെ ഒഴിക്കുക. ഇപ്പോൾ ഒരു 1.5 ടീസ്പൂൺ നെയ്യിൽ നമുക്ക് വറുത്താൽ എന്ത് ചെയ്യുക, 1.5 ടീസ്പൂൺ നെയ്യിൽ വറുത്താൽ അതിൽ തുള്ളി നെയ്യ് ബാക്കി ഉണ്ടാവും. നാളികേരക്കൊത്ത് വറുത്താൽ നാളികേരക്കൊത്ത് ഇതാ ഇതിനൊരു 2 ടീസ്പൂൺ നാളികേരക്കൊത്ത് ഇട്ടിട്ടുള്ളൂ, ഒരു കടി ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ടേസ്റ്റിന്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ആ നാളികേരം മൂപ്പിച്ചതും പിന്നെ ആ നെയ്യും കൂടിയാണ് മൂപ്പിച്ചതും നമ്മൾ ഈ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് നമ്മളിതന്നെ ചുട്ടാലുണ്ടല്ലോ ഇതേമാതിരി പൊങ്ങിയാണ് വരും. ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് നാളികേരം ഇല്ലെങ്കിലും നാളികേരക്കൊത്ത് ഇടാൻ മടി ഉണ്ടാവും. നാളികേരക്കൊത്ത് ഇട്ടിട്ടില്ലെങ്കിലും നെയ്യപ്പം എന്തായാലും പൊങ്ങി വരും, അത് ഉറപ്പാണ്. കാരണം നമ്മൾ തലേന്ന് കൂട്ടി വെച്ചതല്ലേ. ഇനിയിപ്പോൾ പിറ്റേന്നാണ് നിങ്ങൾ ചുടുന്ന വെച്ചെങ്കിൽ 1 മണിക്കൂർ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, 1 മണിക്കൂർ മതി. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതേപോലെ അരച്ച് വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ഈ നെയ്യിൽ ഈ നാളികേരക്കൊത്തും അതും ഇതൊക്കെ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ പിന്നെ ഇട്ടാൽ മതി, അല്ലാതെ ഇടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് അടുപ്പ് ഇവിടെ പുറത്താണ്, നമ്മളെ ഇത് പൊളിച്ചതുകൊണ്ട് പണി നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ അടുപ്പ് ഇവിടെ പുറത്താണ്, അതാണ് ഇപ്പോൾ ഇത് തുറന്നിങ്ങനെ കാണുന്നത്. അപ്പം അതാണ് നെയ്യപ്പത്തിൻ്റെ രഹസ്യം എന്നറിയുന്നത്. അപ്പോൾ ഇത്രയും ചുട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ ചുടാനുണ്ട്, ചുട്ടിയിലേറെ ഇനി ചുടാനാണ്. അപ്പോൾ കുട്ടികൾക്ക് അഞ്ചത്തിൻ്റെ കുട്ടികളായിട്ട് ഞങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണ്. ഓളാണെങ്കിൽ അതൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല, മടിച്ചാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ, പക്ഷെ ഓളുണ്ടാക്കൂല. ഇപ്പം ഞാൻ ചുട്ടു കൊടുക്കും. ഓരോ പേര് പറഞ്ഞ് നമുക്കും തിന്നാം, ഓരോ പേര് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമുക്കും തിന്നാലോ. കുട്ടികൾ പിന്നെ എന്ത് സാധനം ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഓലും കൂടി വിചാരിച്ചുണ്ടാക്കും കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുക എന്നറിയാം നമുക്കൊരു ഇഷ്ടമാണ്, ഏത് കുട്ടികളായാലും. ഇപ്പം എൻ്റെ സ്വന്തം മക്കൾ തന്നെയാണ്, അഞ്ചത്തിൻ്റെ മക്കൾ ഇപ്പം നമ്മളെ സ്വന്തം മക്കൾ തന്നെയല്ലേ, നമ്മൾ പ്രസവിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ, നമ്മളെ ചോരൻ്റെ കുട്ടികൾ തന്നെയല്ലേ. അങ്ങനെ ഇന്നത്തെ റെസിപ്പി ഇതാണ്. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് അലക്കാൻ ഉണ്ട്, അലക്കി കുളിക്കണം. അല്ല നമ്മളെ നെയ്യപ്പം കണ്ടോ. അപ്പോൾ പറയും ഇങ്ങനെ പൊങ്ങണ കാട്ടി കൊടുക്കരുത്, കണ്ണേറുണ്ട് നാവൂറുണ്ട്. ഞാനിതാ ഇത്ര ഇണെന്ന് ചുടൽ തുടങ്ങിയ നെയ്യപ്പം, അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കണമെന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാണിത്. അന്ന് ചുടൽ തുടങ്ങിയ നെയ്യപ്പാണ്, ഇന്നും ഞാൻ ഇത് ചുടുന്നു. മാഷാ അല്ലാ. ഇനിയിപ്പോൾ എന്തൊക്കെ ഇനിയിപ്പോൾ ഈ ഒരു ബൗസിൽ അറിയുമ്പോൾ ഈ ഒരു മട്ടത്തിൽ ഈ ഒരു കറക്റ്റിൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. ഈ ഒരു കറക്റ്റിൽ ഒന്നും ചുട്ടിട്ടില്ലെങ്കിലും ഇതൊക്കെ കുത്തിക്കലക്കി ഒരു പരുവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആ മാവ് കൂട്ടേണ്ട രീതി ശരിയാകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വല്ലാത്തൊരു പൊള്ളയായി പോയത്. ഇതെന്നും പൊള്ളക്കണിയിലേറെ പൊള്ളച്ചിക്കണം ഇന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ അതിർത്തിയിൽ പിന്നെ ഉണ്ടാക്കുക ചെയ്തിരുന്നു. നല്ല കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിൻ്റെ ഇവിടെ കണ്ടില്ലേ, നെറ്റിമ്മ ഒരു കുരു കൊണ്ടിയാണ്. എന്തൊരു വേദനയാണെന്ന് അറിയാം, മുഖക്കുരുവാണ്. എല്ലാവരും പറയും മുഖക്കുരു, ഇപ്പോഴും പൊന്ത് ഈ മുഖക്കുരു. എന്തൊരു വേദനയാണെന്ന് അറിയോ. അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പി അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നാഴി അരിക്ക് 2 മൈസൂർ പഴം, അത് വലുതായാലും ചെറുതായാലും കൂടെ എടുത്തോളി, മട്ടത്തിന് ഇട്ടോളി. പിന്നെ 2 ടീസ്പൂൺ മൈദ, ശർക്കര ഒരിക്കൽ ചൂട് കൊടുക്കേണ്ട അതിലിട്ടേണ്ട മിക്സിയിൽ നല്ലോണം അരയണം. തരി ഉണ്ടാകരുത്, തരി ഉണ്ടായാൽ എന്തായിരുന്നറിയോ, പൊട്ടും അങ്ങോട്ട്. പൊട്ടിയാൽ പിന്നെ എന്താ ഒരു രസം ഉണ്ടാവില്ലേ, എന്നല്ല, അപ്പം കേടരും. അപ്പം കേടാന്നാൽ പിന്നെ എന്തിനാണല്ലേ. അങ്ങനെ കുഞ്ഞാണിയാക്കാക്ക് മേയതോ ചാടി, നെയ്യപ്പം ചാടി. കുഞ്ഞാണിയാക്കാക്ക് എന്താ പറയുക, കൈ പൊള്ളുമൊക്കെ ഇട്ടാൽ ഇതെന്താ, കുഞ്ഞാണിയാക്കാക്ക് ഇഷ്ടമാണ് നെയ്യപ്പം. എന്നോടിങ്ങനെ പറയാം, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുട്ടൂടാറ്. കുഞ്ഞാണിയാക്കാണെങ്കിൽ പരിഗണിക്കുകയാണ് ഇപ്പോൾ ഇതിൽ. കുട്ടിയാക്കും കുഞ്ഞാണിയാക്കാക്കും എല്ലിക്കുട്ടന് ഇഷ്ടമാണ് നെയ്യപ്പം. എല്ലിക്കുട്ടന് ഇവിടെ ഇല്ല.
അപ്പോൾ അതേമാതിരി മാവ് കൂട്ടി, അപ്പോൾ രാത്രി നമ്മളിങ്ങനെ മാവൊക്കെ കൂട്ടി വെച്ചിട്ട് രാവിലെ ചൂട് കഴിഞ്ഞത് അതേമാതിരി പൊള്ളക്കും. ഇതിപ്പോൾ കുറച്ച് പറന്നിട്ടാണ്, കുറച്ച് വലുതാക്കി പാരുകയാണെങ്കിണ്ടല്ലോ എന്താവും എന്നറിയങ്ങൾ, ചട്ടിയിലാണ് കൊള്ളൂല, അപ്പോൾ നല്ലോണം പൊള്ളച്ച് വരും. അങ്ങനെയൊക്കെയാണ്. അപ്പം എല്ലാവരും ഇതുപോലൊക്കെ അങ്ങോട്ട് ചുട്ടു നോക്കിക്കൊണ്ടി, എല്ലാവർക്കും ഇഷ്ടാവും. വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളി, കമൻറ്റ് പോന്നോട്ടെ. ഇനിയിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഞാനൊരു ദിവസം പിന്നെ ഒരു കോഴിക്കോട്ട് നിന്ന് ഒരു ഫാമിലി ഇതേമാതിരി ഒരു കൊല്ലം മുന്നേ ഞാനിങ്ങനെ നെയ്യപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. താത്താ ഞങ്ങൾക്ക് നെയ്യപ്പം വേണം കേട്ടോ പറഞ്ഞു. അങ്ങനെ ആ നെയ്യപ്പം ചുട്ട് വെച്ച് ഒരു വന്ന് തിന്ന് പോയി. ചായ ഉണ്ടാക്കി, ഒരു അസറിൻ്റെ നേരത്താണ് ഒരു വന്നത്. ചായ ഉണ്ടാക്കി കുടിച്ച് ഒരു പോയി. ഇനിയിപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളി, ഞാൻ ചുട്ട് തരാം കേട്ടോ. നമുക്ക് പിന്നെ അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമുക്കിത് ഇതൊന്നും വലിയ പനിയായിട്ട് തോന്നുന്നില്ല. നേരെ ഇപ്പം 8 മണിയാകാനൊക്കെ രാവിലെ തന്നെ നെയ്യപ്പം ചുട്ട് കുത്തിരിക്കുക. ചോറും കൂട്ടാനും ഒക്കെ ആയി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ പോകണമെങ്കിൽ, അലവാടി പോകണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണം. അതങ്ങനെ വെന്തോളൂ. ഇതൊരു വലിയ വീഡിയോ ആയി, നെയ്യപ്പ വീഡിയോ. എന്തെങ്കിലുമൊക്കെ വീഡിയോ വേണ്ടേ? നെയ്യപ്പം കാക്കച്ചി കൊണ്ടുപോയ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഒരു കുട്ടിക്ക് അമ്മ നെയ്യപ്പം ചുട്ടുകൊടുത്തു. നെയ്യപ്പം ചുട്ടുകൊടുത്തിട്ട് കുട്ടി എന്ത് ചെയ്തു, കൊലയ്മ തിണ്ടിൻ്റെ അവിടെ ഇരുന്ന് കണ്ട് നെയ്യപ്പം പിടിച്ച് ഇങ്ങനെ തിന്നപ്പോൾ കാക്കച്ചി വന്ന് കൊത്തിക്കൊണ്ടുപോയി. അങ്ങനൊരു കഥ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയണ്ടാവും. അങ്ങനെ ആ കുട്ടി കരഞ്ഞ്, പിന്നെ ആ കുട്ടിക്ക് അമ്മ പിന്നെയും ചുട്ടുകൊടുത്തു. അങ്ങനെ ഒരു കഥ ഉണ്ട്. ഞാൻ പറഞ്ഞോണ്ട് തന്നെ എന്താണെന്നറിയോ, കാക്കച്ചാൾ വന്നാൽ ചട്ടിയോർക്കാൻ കൊണ്ടുപോകും. അമ്മാരി കാക്കാളാണ് ഇവിടെ ഉള്ളത്. നമ്മളെ തന്നെ കൊണ്ടുപോകും. ഓർക്ക് കിട്ടിയാൽ അത് തിന്നാൻ കിട്ടിയാൽ മതിയാവും. ഐറ്റങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല, ഐറ്റങ്ങൾക്ക് ഉണ്ടാവില്ല വിശപ്പ്. ഐറ്റങ്ങൾക്ക് ഇപ്പോൾ ഈ നല്ല മഴ പെയ്യണ സമയമാണെങ്കിൽ ഐറ്റങ്ങൾക്ക് തിന്നാനും പറ്റൂല, തിന്നാനും കിട്ടൂല, ഒന്നും കിട്ടൂല. നമ്മളെ പരിസരം വൃത്തിയാക്കുന്ന ജീവിയാണ് കാക്ക, പക്ഷി. അപ്പോൾ ഇപ്പോൾ പരിസരത്ത് കൂടെ ഒന്നും ആരും ഒന്നും ഇടണില്ല, വറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ നമ്മൾ വേസ്റ്റിലിടണം. അപ്പോൾ ഐറ്റങ്ങൾക്ക് ഒന്നും തിന്നാനും കിട്ടൂല. ഐറ്റങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഐറ്റങ്ങൾ പാത്രത്തിൽ നിന്നും അടുപ്പിൽ നിന്നൊക്കെ കൊണ്ടുപോകണേന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമല്ല. ഐറ്റങ്ങൾക്ക് വേണ്ട ജീവിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചുട്ട നെയ്യപ്പം നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അതേ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും പറ്റൂല. നേരെ എത്രയായിട്ടുണ്ടാവും നോക്കിയിട്ടില്ല. 8 മണി കഴിഞ്ഞാവോ. തീരുമാനം കുളിക്കാനൊക്കെ ഉണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. വീഡിയോ ഇഷ്ടമായോ? ഇന്നത്തെ കുക്കിങ് ചോറും കൂട്ടാനൊക്കെ ധൃതിയിലാണ് ഉണ്ടാക്കിക്കുക.